അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം. ഈ വീഡിയോയിലെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശദമായി ഇത് കാണണം. സിനിമാ ലോകത്ത് ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ സിനിമാക്കാരെ കുറിച്ചും സീരിയലുകാരെ കുറിച്ചും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അടിയിലേക്ക് നോക്കി അടിയിലത്തെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ആ ഇട്ട് തുടങ്ങി എന്തുണ്ടായി, ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഇതിൻ്റെ ഓണേഴ്സും ഇതിൻ്റെ പ്രശ്നക്കാരൊക്കെ വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് കടന്നത്. പിന്നെ സിനിമാ ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ബന്ധമുള്ള ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയായിട്ടും സീരിയലായിട്ടും നമ്മൾ അത്രയും നമുക്ക് കണക്ഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സീരിയൽ നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞുള്ള സീരിയൽ നമുക്ക് നല്ല പൈസ കിട്ടി. അതുപോലെ തന്നെ കൊലകൊല്ലി ആന എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ എടുത്തു. അത് സൂര്യ ടി വിക്ക് വേണ്ടി എടുത്തത്. പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങളെ കൊണ്ട് ആ സീരിയൽ ടെലികാസ്റ്റ് ആയില്ല. അതിപ്പോൾ ഒരു 10 എപ്പിസോഡ് എടുത്ത് നമ്മുടെ പെട്ടിയിലിരിക്കുക, കാശ് പോയി. നമ്മുടെ നല്ല ഫേമസ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ഒരു കഷ്ടകാലം അങ്ങനെ. അപ്പോൾ ഈ സീരിയൽ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ സീരിയൽ രംഗത്ത് നമ്മൾ വരുന്നേക്കാളും മുമ്പ് തന്നെ പല സിനിമകളിലും സെറ്റുകൾ ഇവിടെ അടുത്താണ് ഷൊർണൂർ ഒറ്റപ്പാലം, അവിടെയൊക്കെ ചെല്ലും. ഇവിടെ നേരത്തെ ബൈക്ക് കൊടുത്ത് നമ്മൾ ചെല്ലും. അവിടെ ചെന്ന് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറെ കാണും. നമുക്കുള്ള ചാൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. 10 പ്രാവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കേണ്ടി വരും. ഓരോ സിനിമയുടെ ലൊക്കേഷൻ നടക്കുമ്പോഴും നമ്മളവിടെ ചെല്ലാറുണ്ട്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ കാലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം അവിടെ നിന്ന് പോരുള്ളൂ. ഇതിന് വേറൊരു കാര്യമുണ്ട്. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണമെങ്കിൽ അവിടെ സപ്ലൈ ചെയ്യുന്നത് വേറൊരു ടീമുകളാണ്. അവർ കാലത്തേറ്റിട്ട് നമ്മുടെ പച്ചക്കുതിരയിൽ കാണുന്ന പോലെ അവർ കാലത്തേറ്റിട്ട് ഒരു വണ്ടി നിറച്ച്, ഒരു ട്രാവലർ നിറച്ച് ആൾക്കാരോടെ കൊണ്ട് ഇറക്കും. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് 5 വയസ്സായവർ, ഒരു 20 ചെറുപ്പക്കാർ, ഒരു 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ടുണ്ടാകും. ആ ഓർഡർ അനുസരിച്ചാണ് പിറ്റേ ദിവസം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ഈ ഇവിടെ ചാലക്കുടിയിലും അതുപോലെ തന്നെ തൃശ്ശൂരും എറണാകുളത്തൊക്കെ ഒരുപാട് ഓഫീസുകൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ വണ്ടികൾ വരിക. അപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൂടില്ല. അവിടെ കൂടാണ്ട് നമ്മൾ നേരിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറെ കണ്ടിട്ട് നമ്മൾ സോപ്പിടും. അവരെ ബലഹീനത എന്താണെന്ന് നോക്കും. ചിലവർക്ക് സിഗരറ്റ് ആവും. അപ്പോൾ ആ സിഗരറ്റ് ചിലവർ പറയും, അതെ ഇവിടെ വന്നതിന് ശേഷം അലക്കും കൂടിയൊന്നും ശരിയല്ല, അപ്പം അതുകൊണ്ട് നല്ലൊരു ബ്രാൻഡഡ് ഷർട്ട് നാളെ വരുമ്പോൾ കൊണ്ടുപോട്ടാ, എന്തെങ്കിലും നിനക്ക് ഞാൻ കാര്യമായിട്ടൊരു വേഷം തരണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യുക അവർക്ക്. അപ്പോൾ നമ്മൾ ചെല്ലണത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന അവർക്ക് അത്ര ഇഷ്ടമല്ല. അതിൻ്റെ ഹെഡ് ഉണ്ടാവും. ആ ഹെഡ് നമ്മളെ കാണുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാ നേരിട്ട് വന്നിട്ട് ഇവിടെ ഇവരോട് ചാൻസ് ചോദിക്കുന്നത്, അതിൻ്റെ വല്ല ആവശ്യം എന്താ? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 10 പൈസ തരുന്നില്ലല്ലോ. ഞങ്ങളുടെ കൂടെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ ഒരു 100-300 രൂപ തരാം. അപ്പോൾ അതും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിലവും കിട്ടും. മറ്റുള്ള കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി തരും. ഞാൻ എൻ്റെ കൂടെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും, അത് വേണ്ട, നിങ്ങളുടെ കൂടെ വന്നാൽ നമ്മൾ എന്നും ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇവരെ കൂടെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് നല്ല ചാൻസ് കിട്ടും. ഇപ്പം നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അയാളായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അപ്പം നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആരെങ്കിലും വന്നതിൽ ഇപ്പോൾ അത്രയും നിങ്ങളൊരു 10-30 ആൾക്കാരോടെ കൊണ്ട് ഇറക്കിയല്ലോ, ആ 30 ആളിൽ ആർക്കെങ്കിലും സിനിമയോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ട്? അതിൽ എല്ലാവരും ഈ തൊഴിലുറപ്പിന് പോണ ആൾക്കാരില്ല നിങ്ങൾ ഈ പിടിച്ചു വലിച്ചു പോകണം നോക്കണത്. അവർക്ക് സിനിമയോട് സ്നേഹമില്ല. അവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയലോഗ് വേണമെന്നില്ല. പല സ്ത്രീകളും ക്യാമറ വരുമ്പോൾ ഒളിച്ചു നിൽക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ അതിൽ പെടാണ്ടിരിക്കാനായിട്ട് അവരിതിന് ഈ പണിക്കാൻ പോകണമെന്നുള്ളത് നാട്ടുകാർ അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലായത് നമ്മൾ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ സീരിയൽ ഷൂട്ടിങ്ങിന് നമുക്ക് കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്ന ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു 10-30 ആൾക്കാരെ ആവശ്യമാണ്, കാലത്ത് എത്തിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവർ 6 മണിയാകുമ്പോഴേക്കും ചിലപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് പോകും. നമുക്ക് അവർ 6 മണിയാകുമ്പോഴേക്കും പാക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്കൊക്കെ റൂം കൊടുക്കണം, വൈകുന്നേരം ഭക്ഷണം കൊടുക്കണം, ഡബിൾ ബാറ്റ കൊടുക്കണം. അപ്പോൾ 2 ഷെഡ്യൂൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ 6 മണിയാകുമ്പോഴേക്കും അവരെ പാക്കപ്പ് ചെയ്യും. അപ്പോൾ പാക്കപ്പ് ചെയ്യുന്ന നേരത്ത് ഇയാൾ വന്ന് ചോദിക്കുക, ഈ കൊണ്ടുവന്ന ജൂനിയർ ആർട്ടിസ്റ്റിലെ കൊണ്ടുവന്ന മാനേജർ ചോദിക്കുക,
നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ കൊണ്ടുവന്ന സ്ത്രീകളിൽ ആരെങ്കിലും ഇവിടെ നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ പറഞ്ഞോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ അത് കേസ്? അല്ല, ഞങ്ങൾ സിനിമയിൽ പോകുമ്പോൾ ചെയ്യാറുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമയിൽ ചെല്ലുമ്പോൾ ഇതിൽ ആരെങ്കിലും ഒരു 2 ആളോ 3 ആളോ അവിടെ നിർത്തി പോകാൻ പറയും. അവർക്കൊരു പേയ്മെൻറ്റ് പറയും, അവർക്ക് അവിടെ റൂം എടുത്ത് കൊടുക്കും, അവർക്ക് അവർ ഭക്ഷണം കൊടുക്കും. വൈകുന്നേരം ആരെങ്കിലുമൊക്കെ റൂമിൽ ചെല്ലും, ആ പരിപാടി ചെയ്യും. അപ്പോൾ നേരം വെളുക്കുമ്പോൾ പിന്നെ ഇവിടെ തന്നെയാണല്ലോ ഷൂട്ടിങ്. സീരിയലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് സമയമൊന്നുമില്ല. നമ്മൾ രാത്രി ചിലപ്പോൾ 10 മണി 12 മണിക്ക് അതോടെ അങ്ങനെ ഇത് ചോദിച്ചു വരുന്ന ആൾക്കാർ ആരും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അന്നും നമുക്ക് അറിയാതെ എന്താ കാലത്തിലെ ജൂനിയർ നമ്മൾ ഈ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും അവിടെ നടന്നൊരു കാര്യം ഞാൻ പറയാനായിട്ടാണ് ഇത് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളവിടെ ചെന്നപ്പോൾ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്, സിനിമയുടെ പേരും പറയുന്നതിൽ ഒരു വലിയൊരു പടമാണ്. ഇഷ്ടം പോലെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ നല്ല കളക്ഷൻ കിട്ടിയ പടമാണ് ഇപ്പോൾ അത് റിലീസ് ചെയ്തിട്ട്. നമ്മളന്ന് ആ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഈ നമ്മുടെ പല പ്രാവശ്യം മാറി മാറിയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന മാനേജർമാരെ നമ്മൾ കാണാറ്. അപ്പോൾ അവരായിട്ട് പരിചയപ്പെട്ടപ്പോൾ അന്നത്തെ ദിവസം ആ വന്നതിൽ നല്ല 2 പെൺകുട്ടികളുണ്ടായിരുന്നു, ചെറുപ്പക്കാരി പെൺകുട്ടികളാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ചർച്ച ചെയ്തിട്ട് അവരെ 2 പേരും അന്ന് അവിടെ നിർത്തി പോകാനായിട്ട് അവർ തീരുമാനമായി. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് പരിപാടി, അത് ശരിയായി? അത് ശരിയായി, അവർ 2 പേരൊന്നും ഇവിടെ നിന്നോളും. അപ്പോൾ എന്താണ് പരിപാടി? അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ അതിൻ്റെ ഈ പ്രൊഡ്യൂസർ വരുന്നുണ്ട്, ഫൈനാൻസർ വരുന്നുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, ഫൈനാൻസറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ ക്യാമറമാൻ ഒന്ന് ചെല്ലും. അവർ 3 പേരും കൂടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ 2 പേരോട് നിർത്തി നോക്കണത്. അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്നൊരു നൈറ്റിനുള്ള പൈസ നമുക്ക് ഇന്ന് അവർ പേ ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് നമ്മൾ കൊടുത്തും നമ്മുടെ കമ്മീഷൻ നമ്മളെടുക്കും, സ്ത്രീകൾക്ക് നല്ലൊരു പൈസ കൊടുക്കും. അങ്ങനെ ഇന്ന് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൽ ചാൻസോ അല്ലെങ്കിൽ അവർക്ക് ഡയലോഗോ അല്ലെങ്കിൽ അഭിനയിക്കാൻ വേറെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും അല്ലാണ്ട് അവരെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നിർത്തണമെന്ന് പറഞ്ഞു. അവർ യൂസ് ചെയ്തോട്ട് കഴിഞ്ഞിട്ട് നിർത്തണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നമുക്കന്ന് അവിടെ ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും പാക്ക് പോയി, നമുക്ക് റൂമൊന്നും തരില്ല. അഥവാ വൈകുന്നേരം വല്ല ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ പറയും നിങ്ങൾക്ക് റൂമില്ല, നിങ്ങൾ സ്വന്തം പൈസ എടുത്ത് റൂം എടുത്ത് കിടക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളിവിടെ നമ്മുടെ ഈ ഡ്രസ്സ് തയ്ക്കുന്ന മെഷീനിട്ട റൂമുണ്ട്, അവിടെ 2-3 4-5 പേര് അവിടെ കോസ്റ്റ്യൂമറിൻ്റെ അസിസ്റ്റൻ്റ് അവിടെ നിന്ന് ഡ്രസ്സ് തയ്ക്കുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും കിടന്നോ, അതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്ന്. അപ്പം നമ്മൾക്ക് അങ്ങനെ കിടക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചുരുളുകൂടി കിടക്കണം. അവർ രാത്രി 12 മണി വരെയൊക്കെ ചിലപ്പോൾ തയ്ക്കിരുന്നിട്ട് നമ്മളവിടെ കിടക്കണം. അങ്ങനെയുള്ള സൗകര്യമുള്ളോ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് വർക്കുണ്ട്. അപ്പോൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വർക്കിന് വന്നപ്പോൾ ഇവരെ ടെമ്പോ വന്നപ്പോൾ ഈ മാനേജരും ഈ പ്രൊഡക്ഷൻ കൺട്രോളറും തമ്മിൽ ഭയങ്കര വഴക്ക്. സെറ്റിലാകെ പ്രശ്നം. അപ്പോൾ ഈ 2 പെൺകുട്ടികളെ കാണാനുമില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നിർത്തിപ്പോയ 2 പെൺകുട്ടികളെ ഇരുത്തിക്ക് ഇവർ 3 ആൾ ചെല്ലുള്ളൂ എന്ന് പറഞ്ഞ പെൺകുട്ടികളെ ഇരുത്തിക്ക് ഇവർ നിർബന്ധിച്ച് ഒരു 10-15 ആളെ ചെന്നത്. അതിൻ്റെ പ്രശ്നം ഇവിടെ നടക്കുന്നത്. പെൺകുട്ടികൾക്ക് അതിനകത്ത് അൺലോടിഞ്ഞു. പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് വരാൻ പറ്റുകൾക്ക് വയ്യ. അപ്പോൾ ഇവർ വിളിച്ച് ഈ മാനേജരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാനേജർ വന്ന് ഇവിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോടും അതിൻ്റെ ഡയറക്ടറോടും അതിൻ്റെ പ്രൊഡ്യൂസർമാരോടൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞു. നിങ്ങൾ ചെയ്ത് ശരിയല്ല, നമ്മൾ മാക്സിമം 3 പേരെ പറഞ്ഞിട്ടുണ്ടാകുന്നുള്ളൂ, നിങ്ങൾ ഇത്രയും ആൾക്കാർ ചെന്നിട്ട് ആ പെൺകുട്ടികളെ നിങ്ങൾ വളരെയധികം ഉപദ്രവിച്ചത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആളോട് ചോദിച്ചാൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ തീർന്നത്? പ്രശ്നങ്ങൾ തീർന്ന് പൈസയുടെ മുകളിൽ പ്രശ്നം തീരാത്ത പ്രശ്നം ഉണ്ട് അവിടെ. ഇതൊക്കെ നമ്മൾ 4 ആളോ 5 ആളോ കൂടുതൽ കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ അവരൊക്കെ അതിനനുസരിച്ച് ഈ ചെന്ന പെൺകുട്ടികളൊക്കെ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് ചെറുതായിട്ട് അഭിനയിക്കും, വിഷമമാണ് ബുദ്ധിമുട്ടാണ്, നമ്മൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മൾ ചോദിക്കുന്ന കാശ് തരും. ആ കാശ് ആ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് സന്തോഷമായി, എനിക്കും സന്തോഷമായി. ഇതൊക്കെ ഇതിനു മുമ്പും പലപ്പോഴും അവിടെയൊക്കെ നടന്നിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്നതിൽ നമുക്ക് ഒരു 100% നമുക്ക് ഉറപ്പിക്കാം. അതിൽ കൊണ്ടുവരുന്ന ആൾക്കാർ അതിൽ ഒരു കുഴപ്പമില്ലാണ്ട് കാലത്തോട്ട് വരുന്നവർ ഷൂട്ടിങ് വന്ന് അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആ പൈസയ്ക്ക് വേണ്ടി വരുന്നവർ മാത്രമുണ്ട്. അതേ സ്ഥാനത്ത് ഈ സിനിമാക്കാർക്ക് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ 10 പൈസ കിട്ടില്ല. പക്ഷേ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വരുന്ന പോലെ തന്നെ ഇവർ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ നല്ല പൈസ സിനിമാക്കാരിൽ നിന്ന് മേടിച്ചു കൊടുക്കും. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ഓരോരുത്തരുടെ മുകളിൽ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അതെന്താണോ ഏതാണോ നമുക്കറിയില്ല. നമുക്ക് അനുഭവമുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്.
അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്, നമ്മൾ കണ്ടതാണ്, ആ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്താണ്, നമ്മൾ അന്ന് ആ ലൊക്കേഷനിൽ വന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു, വേറെ ലൊക്കേഷനിൽ വന്നപ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളുടെ തെളിവ് നിങ്ങൾക്ക് ഒരു ഓഡിയോ കൂടെ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ തെളിവിന് നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇത് കൊണ്ടുപോണ ആൾക്കാർ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്, ആ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സ്വല്പം ആണ് ആ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സംഭാഷണത്തിൽ. അതിപ്പോൾ അവരെ വിഷമാണ് അവർ പറയണത്, അത് നമ്മൾക്ക് സഹിക്കില്ലാണ്ട് പറ്റുള്ളൂ. സിനിമാ ലോകത്ത് നടക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തി അവരെ നെഞ്ഞത്ത് കയറി അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കാണ്ട് ഒരുപാട് ആൾക്കാർ പറ്റിക്കിനും മുമ്പിക്കിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കേട്ട് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ചിട്ടില്ല, ഒരു 7 പേർക്കും കൊടുക്കുകയും ചെയ്യുന്നില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കൊണ്ടുപോയി അന്ന് എല്ലാ ഡയറക്ടേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവരൊക്കെ കൊണ്ട ഒരുപാട് തേങ്ങിയിരിക്കുന്നു. പക്ഷെ ഈ വരുന്ന പുതുമുഖ പയ്യന്മാർക്കൊക്കെ എന്തിനാണ് നീ എന്നെ കുറയ്ക്കാൻ കൊടുക്കും? നല്ല ഗുരുത്തം എന്നെ കൊണ്ട് എനിക്ക് ദൂരം എന്താ പറയൂ, ഞാനൊരു പടം പിടിക്കുമ്പോ അതില് മെയിൻ വേഷം നീലെ കൊണ്ട് ചെയ്യിക്കണം. അടുത്തിന്റെ പേര് ജോൺ. ഈ ജോണും പോണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് ചേച്ചിയില്ലേ? ശരിയല്ല, ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കറിയാമല്ലോ. ഈ പടം കഴിഞ്ഞാൽ അവൻ ആരാ? അവൻ ആരാ? ചേച്ചി അല്ല, ചേച്ചി തന്നെ ഇപ്പൊ ആരാ? അല്ല, നല്ല പണിക്കാരിയാവും, അത് ഇഷ്ടം. പക്ഷേ പിന്നെ അവർക്ക് മെൻസ് സ്ഥലം മതി. അങ്ങനെ ഈ നാളെ